ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ നഗരത്തിൽ കനയ്യ എന്ന് പറയുന്ന വ്യക്തി ആലുപൂരി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. അവന്റെ ആലുപൂരി നല്ല സ്വാദിഷ്ടമായിരുന്നു. ആരൊക്കെ അവന്റെ ആലുപൂരി കഴിക്കുമോ പ്ലേറ്റ് കാലിയാക്കാതെ പോവില്ല. ഗ്രാമത്തിലെ ആൾക്കാർ വന്നവിടെ കഴിക്കുകയും പാക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. കനയ്യ ആലുപൂരിയുടെ വില വളരെ കുറവായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഉന്തുവണ്ടിയുടെ മുമ്പിൽ നല്ല തിരക്കായിരുന്നു. ഒരു ദിവസം കനയ്യ അവന്റെ ഉന്തുവണ്ടിയിൽ നിന്ന് ആൾക്കാർക്ക് ആലുപൂരി വിറ്റോണ്ടിരിക്കുകയായിരുന്നു. ഏയ് സഹോദര, എനിക്ക് ഒരു പ്ലേറ്റ് കൂടി തരൂ. ഈ ആലുപൂരി വളരെ നല്ലതാണ്. ഇത് കഴിക്കാൻ തുടങ്ങിയ നിർത്താൻ പറ്റില്ല. കനയ്യ സഹോദര, നിങ്ങൾ ഈ ആലുപൂരിയിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? എന്തൊരു രുചിയാണെന്നോ ഇതിന്. ഇല്ല സഹോദര, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനുണ്ടാക്കുന്ന ആലുപൂരിക്ക് ഇത്ര രുചിയുള്ളത്. ഇതേ കണക്ക് അവനുണ്ടാക്കുന്ന ആലുപൂരി വൈകുന്നേരം ആവുമ്പോ തീർന്നു പോകും. കനയ്യ അവന്റെ ആലുപൂരിയിൽ പുതിയ പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത്. മസാല പോലും അവൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇടുന്നത്. കനയ്യ പാവപ്പെട്ടവനാണെങ്കിലും നല്ല സത്യസന്ധനായിരുന്നു. ഒരു സമയത്തെ കാര്യമാണിത്. കനയ്യ അവന്റെ കുടുംബത്തോടെ അവന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോവുകയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് അവന്റെ ഭാര്യയ്ക്കും മോനും വിശക്കാൻ തുടങ്ങി. അതേനേ, എനിക്കും മോനും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങിത്തരുവോ? കനയ്യ നോക്കുമ്പോൾ അവിടെ ആലുപൂരി വിൽക്കുന്നത് കാണും. അവിടെയാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. അവൻ അവരോട് പറഞ്ഞു, വരും, നമുക്ക് ആലുപൂരി കഴിക്കാം. നിങ്ങൾക്ക് നന്നായി വിശക്കുന്നില്ലേ? അവൻ അങ്ങനെ കുടുംബവുമായിട്ട് ഉന്തുവണ്ടിയുടെ മുമ്പിലെത്തി. സഹോദര, ആലുപൂരി തരൂ. അവൻ ആലുപൂരി ഉണ്ടാക്കി കൊടുത്തു. ആലുപൂരി കഴിച്ചതോടെ, അയ്യോ, ഇതെന്ത് ആലുപൂരിയാണ്? ഇതിൽ സ്വാദൊന്നുമില്ലല്ലോ. ഇത് കഴിക്കാൻ പോലും തോന്നുന്നില്ല. അതെ, ഈ ആലുപൂരിക്ക് ഒരു രുചിയുമില്ല. ഇങ്ങനെ ആലുപൂരി ഉണ്ടാക്കുമോ? ഇതിൽ തക്കാളിയുടെ ഒരു അംശം പോലുമില്ല, മസാലയുമില്ല. മാത്രമല്ല, ഇതിന്റെ വില എന്താണെന്ന് നോക്ക്. എങ്ങനെയാണ് ഈ ആളുകൾ ആലുപൂരി കഴിക്കുന്നത്? എന്തിനു പറയണം, ആളുകൾ എത്ര തിരക്കിലാണെന്നറിയോ? അത് ശരിയാ, എല്ലാരും കഴിക്കുന്നത് നോക്കൂ. ഇതിനൊട്ടും രുചിയേ ഇല്ല. ഞാൻ എന്തായാലും ഇത് കഴിക്കുന്നില്ല. അപ്പൊ കൊച്ചു പറയും, അച്ഛാ, ഈ ആലുപൂരി കഴിക്കാൻ ഒരു രസവും ഇല്ല. അച്ഛനുണ്ടാക്കുന്ന ആലുപൂരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് പറഞ്ഞ് 3 പേരും ആ പ്ലേറ്റ് അവിടെ വെച്ചു. നിങ്ങൾ എന്താന്നിട്ടാണ് ആലുപൂരി ഉണ്ടാക്കുന്നത്? അതും നല്ല വിലക്കുറവിൽ. അത് വച്ച് നോക്കുമ്പോൾ ഇവന്റെ ആലുപൂരിക്ക് നല്ല വിലയായിരിക്കുമല്ലോ. ഇതും പറഞ്ഞ് അവരവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞ് അവർ കല്യാണമൊക്കെ കൂടി തിരിച്ചു വന്നു. അടുത്ത ദിവസം രാവിലെ കനയ്യയുടെ മനസ്സിൽ അത്യാഗ്രഹം മൂക്കും. എന്നിട്ട് ആലുപൂരി ഉണ്ടാക്കി അവൻ ഉന്തുവണ്ടിയിൽ വെക്കും. അവന്റെ ആലുപൂരിയുടെ വില 15 രൂപയിൽ നിന്നും 25 രൂപയാക്കി മാറ്റും. അതേസമയം അവന്റെ അടുത്തേക്ക് ആലുപൂരി കഴിക്കാൻ ഒരാൾ വരും. അല്ല, എവിടെ പോയിരിക്കുകയായിരുന്നു? ഒരു ദിവസം പോലും നിന്റെ ആലുപൂരി കഴിച്ചില്ലെങ്കിൽ ഒരു രസവുമില്ല. നോക്കി നിൽക്കാതെ ഒരെണ്ണം എടുത്തേ. ഇപ്പൊ തരാം സാർ. അവൻ ആലുപൂരി അയാൾക്ക് കൊടുക്കും. ഉപഭോക്താവ് കഴിച്ചിട്ട് അവന് പൈസ കൊടുക്കുന്ന നേരം അപ്പോഴാണ് അവന്റെ കണ്ണ് ബോർഡിലോട്ട് വീഴുന്നത്. അല്ല, ഇതെന്താ കനയ്യ, നീ പൈസ കൂട്ടിയോ? എന്ത് ചെയ്യാനാ സാറേ, ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഇനിയും കുറഞ്ഞ വിലയ്ക്ക് വിറ്റാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കനയ്യ അവന്റെ ആലുപൂരിയുടെ വില കൂട്ടിയാൽ എന്ത്, അവന്റെ ഉപഭോക്താവിന്റെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. കനയ്യ കരുതും, ഇങ്ങനെ പോയാൽ ഞാൻ നല്ല പണക്കാരനാവുമല്ലോ. കനയ്യയ്ക്ക് വീണ്ടും അത്യാഗ്രഹം കൂടും. അവന്റെ ആലുപൂരിയിൽ ഇടുന്ന പച്ചക്കറിയും മസാലയുടെ അളവൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അവന്റെ അടുത്തേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോ അതിലൊരു ഉപഭോക്താവ് പറഞ്ഞു, അല്ല, ഇതെന്തു പറ്റി? ഇന്ന് നിങ്ങളുടെ ആലുപൂരിക്ക് ഒട്ടും സ്വാദില്ലല്ലോ. ഇല്ല സാർ, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അതേ ആലുപൂരി തന്നെയാണ് ഉണ്ടാക്കിയതും, അതേ രീതിയിൽ തന്നെ. ഇത് സാറിന് തോന്നിയതായിരിക്കും. അങ്ങനെ ഞായറാഴ്ചയായി. അവൻ ആലുപൂരി ഉണ്ടാക്കി വിൽക്കാൻ വെച്ചു. ഞായറാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പാനിപ്പൂരി വിൽക്കുന്നതവൻ. കനയ്യ, ഇത് എന്തു പറ്റി? ഇന്ന് എങ്ങനെയാ ആലുപൂരി ഉണ്ടാക്കിയിരിക്കുന്നത്? അതേ കനയ്യ, ഇതിന് ഒട്ടും സ്വാദില്ലെന്നേ. ഇത് പറഞ്ഞു കഴിയുമ്പോ അടുത്തൊരാള് പറയും, അതെ കനയ്യ, നിങ്ങളുടെ ആലുപൂരിക്ക് ഇപ്പൊ ഒട്ടും സ്വാദില്ല. മാത്രവുമല്ല, ഇതിന് വിലയും കൂടുതലാ. ഇന്ന് ചന്തയിലത്ര പച്ചക്കറികൾ ലഭ്യമായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? അങ്ങനെ എല്ലാവരും കനയ്യയുടെ പാനിപൂരി വിട്ടിട്ട് മുമ്പിലുള്ള പക്കോട തിന്നാൻ പോകും. ഇത് കണ്ടിട്ട് പോലും കനയ്യയ്ക്ക് ബോധം വന്നില്ല. അവൻ എന്നും ആലുപൂരി ഇതുപോലെ ഉണ്ടാക്കും. അവന്റെ അത്യാഗ്രഹവും കൂടിക്കൂടി വന്നു. അവൻ പണക്കാരനായി മാറി. നല്ല വീട്, മോനെ നല്ല സ്കൂളിൽ തന്നെ വിടാൻ തുടങ്ങി. കണ്ടിരിക്കവേ അവന്റെ ഉന്തുവണ്ടിയിൽ ആരും വരാതെയായി. എന്തു പറ്റി? ഇന്ന് ആലുപൂരി കഴിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ. അവൻ നോക്കുമ്പോൾ അവന്റെ അടുത്ത് ആലുപൂരി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നേരെ കാണുന്ന ഉന്തുവണ്ടിയിലുള്ള പക്കോട തിന്നോണ്ടിരിക്കുന്നു. ഇത് വളരെ കൊള്ളാമല്ലോ. ഈ പക്കോട കഴിക്കാൻ നല്ല രസമുണ്ടല്ലേ. എന്ത് രുചിയായതിന്! ഇങ്ങനെ ഒരു പക്കോട ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു.
കണ്ടിരിക്കവേ അവന്റെ ഉപഭോക്താക്കളൊക്കെ അവിടെ പോവുകയായിരുന്നു. കനയ്യ അവന്റെ ഈ ഒരു അത്യാഗ്രഹം കാരണം അവന്റെ തന്നെ കച്ചവടം പൂട്ടിച്ചു. വിഷമത്തോടെ കനയ്യ താഴെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറയും, എന്റെ അത്യാഗ്രഹം കൊണ്ട് തന്നെയാണ് എന്റെ ഉപഭോക്താക്കളൊക്കെ പോയത്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പോലും ഇപ്പൊ ഇല്ലാണ്ടായി. പിന്നീട് അവൻ ചിന്തിക്കും, സത്യസന്ധത കൊണ്ട് തന്നെ അവൻ വീണ്ടും ആലുപുരി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന്. പിന്നീട് ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലായിരുന്നു. അതെ ഗൗരി, നിർത്തിക്കോ നീ. ഇനി നീ വീട്ടിൽ പൊക്കോ. ശിവം തന്റെ ഭാര്യ ഗൗരിയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. അവര് പാവപ്പെട്ടവരായതുകൊണ്ട് നാട്ടിലെ വലിയൊരു മുതലാളിയുടെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ വീട്ടിലെത്തി. അല്ല ഗൗരി, ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കിയത്? കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെന്താ, നീ ഉണ്ടാക്കുന്ന കിച്ചടി ഹോട്ടലിലെ ആഹാരത്തിനേക്കാളും രുചിയുള്ളതാണല്ലോ. ശിവം പറഞ്ഞത് കേട്ട് ഗൗരിക്ക് നാണം വന്നു. പക്ഷെ ഈ സന്തോഷം അധികം നാള് നിന്നില്ല. ഒരു നാൾ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും വന്ന് എല്ലാവരുടെയും വീട് കൃഷിഭൂമിയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവരുടെ കാര്യം വലിയ കഷ്ടത്തിലായി. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ പിന്നെ നമുക്ക് നഗരത്തിലോട്ട് പോയാലോ? അവിടെ എന്തെങ്കിലൊക്കെ ജോലി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ പറഞ്ഞ വളരെ ശരിയാ. അല്ലെങ്കിലും ഈ ഗ്രാമത്തിൽ നമുക്ക് ആരാ ഉള്ളത്? അടുത്ത ദിവസം തന്നെ ഗൗരിയും ശിവവും നഗരത്തിലേക്ക് പുറപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവര് രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു. വെള്ളത്തിലൂടെ നടന്ന് അവരാദ്യം ബസ് സ്റ്റാൻഡിൽ പോയി നേരെ നഗരത്തിലെത്തി. തൽക്കാലം ഇന്നിവിടെ തങ്ങാനുള്ള വഴി നോക്കാം. എന്നിട്ട് നാളെ ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി, ദൈവം എന്തായാലും ഇത്രയൊക്കെ നമ്മളിവിടെ എത്തിച്ചില്ലേ, എന്തെങ്കിലും വഴി കാണിച്ചു തരും. അങ്ങനെ അവര് രണ്ടുപേരും ആ ബസ് സ്റ്റോപ്പിൽ തന്നെ രാത്രി കിടന്ന് ശിവം രാവിലെ ആയപ്പോ ജോലി തപ്പി ഇറങ്ങി. രാവിലെ മുഴുവൻ നടന്നിട്ടും അവന് ജോലിയൊന്നും കിട്ടിയില്ല. എന്തു പറ്റി? ജോലിയൊന്നും കിട്ടിയില്ലേ? ഓ, എവിടുന്ന്? എനിക്കാണ് നല്ല വിശപ്പുണ്ട്. നീയും രാത്രി തൊട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. ആ ശരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇതാ അവിടെ ഒരു തട്ടുകടയുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി നോക്കാം. ചേട്ടാ, 2 പ്ലേറ്റിന് എത്രയാ? ഒരു പ്ലേറ്റിന് 100 രൂപയാ, 2 എണ്ണത്തിന് 200 രൂപയാകും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ഭക്ഷണത്തിന് എന്ത് വിലയാ? നിങ്ങൾ നഗരത്തിൽ ആദ്യമായിട്ടാണോ? കയ്യിൽ കാശൊന്നും ഇല്ലാതെയാണോ രണ്ടുപേരും കഴിക്കാനായി വന്നത്? ഒന്നും മിണ്ടാതെ തന്നെ രണ്ടുപേരും 2 പ്ലേറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയതോടെ അയ്യേ, എന്റെ ദൈവമേ, ഇത്രയും വില കൂടിയ ഭക്ഷണത്തിന് ഒരു രുചിയില്ലല്ലോ. മട്ടർ പനീർ എന്ന് പറഞ്ഞിട്ട് ഒരു മസാലയില്ലല്ലോ. സത്യം പറയാലോ, ഉപ്പും ഇല്ല എരിവും ഇല്ല. നമ്മുടെ പൈസ പോയെന്ന് പറഞ്ഞാ മതി. വളരെ ബുദ്ധിമുട്ടോടെ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുത്ത് അവരവിടെ നിന്നങ്ങ് പോയി. ഇതിനേക്കാളും നന്നായിട്ട് മട്ടർ പനീർ ഉണ്ടാക്കാൻ എനിക്കറിയാം. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. ഇതുവരെ നീ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ നീ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കാണിച്ചേ. നാളെ തന്നെ ഞാൻ എല്ലാ സാധനവും വാങ്ങിത്തരാം. ശിവം തന്റെ കയ്യിലുള്ള ബാക്കി പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഗൗരി ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി ഒരു പാത്രത്തിൽ മട്ടർ പനീർ ഉണ്ടാക്കാൻ തുടങ്ങി. ശിവം മട്ടർ പനീർ വായിൽ വെച്ചപ്പോൾ തന്നെ, എന്താ ഗൗരി, ശരിയാണല്ലോ. ഈ മട്ടർ പനീർ അയാൾ ഉണ്ടാക്കിയതിനേക്കാളും അടിപൊളിയാണല്ലോ. ഇത് വെച്ച് നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ? അത് നല്ലതാണ്. നിങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നാ മട്ടർ പനീർ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രണ്ടുപേരുടെ ഉള്ള സമ്പാദ്യം വെച്ച് അവരൊരു ഉന്തുവണ്ടി വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് വാടകയ്ക്കൊരു മുറിയെടുത്തു. എന്നും അവർ ചോറ്, ചപ്പാത്തി, മട്ടർ പനീർ ഉണ്ടാക്കും. എന്നിട്ടത് വിൽക്കും. നല്ല സ്വാദുള്ളതുകൊണ്ടും ആൾക്കാരവിടെ കഴിക്കാൻ വരും. അങ്ങനെ അവർക്ക് നല്ല വരുമാനവും വന്നു. ഗൗരിയും ശിവവും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊക്കമുള്ള 2 ആൾക്കാർ വന്നു. അതെ, കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? വരൂ, കഴിക്കാനുണ്ടല്ലോ. കഴിക്കാൻ ചപ്പാത്തി, ചോറ്, മട്ടർ പനീറുണ്ട്. എന്നാ 2 എണ്ണം വെച്ചെടുത്തോ. അങ്ങനെ ശിവം 2 പേർക്ക് 2 പ്ലേറ്റിൽ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അവരത് കഴിക്കാനും തുടങ്ങി. അവർക്ക് മട്ടർ പനീർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട്, അടിപൊളി, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പോട്ടെ. അല്ല ചേട്ടാ, പൈസ തന്നില്ല. പൈസയോ? അതെ, പൈസ. ശിവം തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസയും നാണയങ്ങളും പുറത്തെടുത്തു. 2 പേരും ആ നാണയം ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് തന്റെ സഞ്ചിയിൽ നിന്നും 4 നാണയങ്ങളെടുത്ത് ശിവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും മതിയാകുവോ? അതോ ഇനിയും വേണോ? ദൈവമേ, ഇത് സ്വർണ്ണ നാണയമല്ലേ? അടുത്ത ദിവസം വീണ്ടും അവരവിടെ കഴിക്കാനായിട്ട് വന്നു. അതെ, ഭക്ഷണം എടുത്തോളൂ. ഗൗരി അവർക്ക് 2 പേർക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ടോ പനീറും ചോറും കൂടുതലിട്ടു. അവര് 2 പേരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നു. ചേട്ടാ, നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാൻ പച്ചച്ചോറാണെങ്കിലും തന്നാ മതി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും.
എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതിനെന്താ ചേട്ടാ, അവിടെ ഇരുന്നോളൂ, ഞാൻ നിങ്ങൾക്കും ആഹാരം തരാം. ഗൗരി അയാൾക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. ഇത് കണ്ട രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. ഇപ്രാവശ്യം 5 സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തത്. നിങ്ങൾ രണ്ടുപേരും നല്ലവരാണ്. ഇതുപോലെ എല്ലാവരെയും എന്നും സഹായിക്കണം. അങ്ങനെയെന്നും അവര് രണ്ടുപേരും അവരുടെ തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് എന്നും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നത് ശീലമാക്കി. എന്നിട്ടൊരു ദിവസം, അല്ല ഗൗരി, 2 ദിവസമായി അവര് വരുന്നില്ലല്ലോ. ചിലപ്പോ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു കാണും. പക്ഷെ അവര് നമുക്ക് ഒരുപാട് പൈസ തന്നില്ലേ. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ. എന്നാലേ നമുക്ക് വൈകുന്നേരം ഇത് സ്വർണ്ണക്കടക്കാരന് കൊടുത്തിട്ട് എത്ര കിട്ടുമെന്ന് നോക്കിയാലോ? വൈകുന്നേരം അവര് സ്വർണ്ണക്കടക്കാരന്റെ അടുത്ത് പോയി അവർക്ക് സ്വർണ്ണ നാണയത്തിനു പകരം നിറയെ പണം തിരികെ കൊടുത്തു. ആ പണം കൊണ്ട് അവരൊരു പുതിയ വീട് വെച്ചു. അതിനുശേഷം അവര് നല്ലൊരു ഭൂമി വാങ്ങി അതിലവർ സ്വന്തമായി ഹോട്ടലും പണിതു. അങ്ങനെ ഇരിക്കവേ അവരുടെ അടുത്തേക്ക് 2 ഭിക്ഷക്കാര് വന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുവോ? ഞങ്ങൾ 2 വൃദ്ധന്മാർക്ക് കയ്യിൽ പൈസ ഒന്നുമില്ല, വിശന്നിട്ടാണ് വയ്യ. ആഹാ, കട തുറന്നതും പിച്ചക്കാരാണല്ലോ വന്നിരിക്കുന്നേ. പോ, ഇവിടെ ഒന്നുമില്ല, വിട്ടോ. ഇത് കേട്ടതോടെ ആ 2 പിച്ചക്കാര് രൂപം മാറി. അവര് തന്നെയാണ് പണ്ട് ശിവത്തിന് സ്വർണ്ണ നാണയം കൊടുത്തവർ. ശരിക്കും യമരാജനും ചിത്രഗുപ്തനുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്തത് നന്നായില്ല. പാവപ്പെട്ടവനായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ദയയും കരുണയും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണ നാണയങ്ങൾ തന്നിരുന്നത്. സമ്പത്ത് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും അഹങ്കാരികളായി മാറിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആവാൻ പോകുന്നു. പെട്ടെന്നൊരു വെളിച്ചം വന്ന് അവര് രണ്ടുപേരും ഉണ്ടാക്കിയ ഹോട്ടലും കാണാതെയായി. വെറും ഭൂമി കണ്ട് രണ്ടുപേരും കരയാൻ തുടങ്ങി. അവരപ്പ തന്നെ അവരുടെ വീടിന്റെ അടുത്തേക്ക് പോയപ്പോ ബംഗ്ലാവ് പോലെ ഉണ്ടായിരുന്ന വീട് പഴയ വീടായി മാറി. അവരുടെ ഉന്തുവണ്ടിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കുറെ ദിവസത്തേക്ക് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ വീണ്ടും തട്ടുകടയിട്ടു. പണ്ടത്തെ പോലെ തന്നെ മട്ടർ പനീറും ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതെ ചേട്ടാ, വിശന്നിട്ട് വയ്യ. കഴിക്കാൻ എന്തെങ്കിലും തരുവോ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ആ, കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഭക്ഷണം തരാം. അങ്ങനെ അവര് രണ്ടുപേരും ആ ഭിക്ഷക്കാരന് സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തു. അയാൾ അവിടുന്ന് കഴിച്ചങ്ങ് പോയി. അങ്ങനെ ഒരു ദിവസം അവന്റെ ഉന്തുവണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു പെട്ടിയിൽ മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അവര് കണ്ടു. ഗൗരി, ഇത് കണ്ടോ? സ്വർണ്ണ നാണയങ്ങളാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചെന്ന് തോന്നുന്നു. രണ്ടുപേരും സ്വർണ്ണ നാണയം കണ്ടതിന്റെ സന്തോഷത്തിൽ നേരെ മട്ടർ പനീറിലേക്കൊന്ന് നോക്കി. ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്യണ്ട എന്നും. Thanks for watching.